Dear students, today we are going to discuss about the circuit component fabrication. In that, first we will discuss about transistor, then we will discuss about diode. First of all, transistors. You know, the transistors has got three terminals, that is emitter, base and collector. So the fabrication process of a transistor is shown in the figure below. You can see here. Here there is a p-type substrate, and over that we will be implanting n-type collector, p-type base and n-type emitter, that is by the diffusion process. Okay. A p-type substrate is first grown, and then the collector, emitter and base regions are diffused on the top of it as shown in the figure. The surface terminals for these regions are also provided for connection. So നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക, ഒരു സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഉണ്ടാവില്ല, പ്യൂരിഫൈഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു NPN ട്രാൻസിസ്റ്ററോ PNP ട്രാൻസിസ്റ്ററോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ N ടൈപ്പ് എമിറ്ററും അതുപോലെ തന്നെ P ടൈപ്പ് ബേസും N ടൈപ്പ് കളക്ടറും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓരോന്നിൻ്റെ കണക്ഷൻ, NPN ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ കോട്ടിങ്ങോ അവിടെ കൊടുത്തിട്ടുണ്ട്, EBC എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. Both transistors and diodes are fabricated by using the epitaxial planar diffusion. In the case of discrete transistor, the p-type substrate is considered as the collector, but this is not possible in monolithic ICs, as all the transistors connected on one p-type substrate would have their collector connected together. This is why separate collector regions are diffused into the substrate. So ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്താണ്, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൻ്റെ അകത്ത് NPN എന്നുള്ള റീജിയൻസ് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. അത് ചെയ്യുന്ന പ്രോസസ്സാണ് എപ്പിടാക്സിയൽ പ്ലാനാർ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മളെന്താണ്, പി ടൈപ്പ് സബ്സ്ട്രേറ്റ് തന്നെ നമുക്ക് കളക്ടറായിട്ട് അസ്യൂം ചെയ്യാം. അതായത് വേറെ തന്നെ ഒരു കളക്ടർ റീജിയൻ അതിൽ ഡിഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡിസ്ക്രീറ്റ് കോമ്പണൻസ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള NPN PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ. പക്ഷേ ഒരു IC, മോണോലിത്തിക് ICയോ മറ്റോ ഉണ്ടാക്കുമ്പോൾ എന്താണ്, അതിലെന്ന് വെച്ചാൽ ഒരു സബ്സ്ട്രേറ്റിൻ്റെ അകത്ത് ഒരുപാട് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കളക്ടർ ഇംപ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള കണക്ഷനായി പോകും. അപ്പോൾ അതിൻ്റെ കേസിൽ മോണോലിത്തിക് IC ഫാബ്രിക്കേഷൻ്റെ കേസിൽ സെപ്പറേറ്റ് കളക്ടർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യണം. Because all the transistor connected on the p-type substrate would have their collector connected together. That is why separate collector regions are diffused into the substrate. Even though separate collector regions are formed, they are not completely isolated from the substrate. For proper functioning of the circuit, it is necessary that p-type substrate is always kept negative with respect to the transistor collector. If the substrate is very lightly doped, it will behave almost as an insulator. So അപ്പോൾ ഇതിൻ്റെ കേസിലെന്ന് വെച്ചാൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലാണ് N ടൈപ്പ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ICൻ്റെ കേസിലാണ് ഈ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റെപ്പ് നോക്കുന്നത്. IC അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യേണ്ട, നമ്മളിങ്ങനെ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കേണ്ട, അതായത് പി ടൈപ്പ് സബ്സ്ട്രേറ്റിനെ കളക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ നെഗറ്റീവായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം ട്രാൻസിസ്റ്റർ കളക്ടറിനേക്കാളും. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് എന്ന ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ഒരു IC ഉണ്ടാക്കുന്ന സമയത്ത് അടുത്തടുത്തുള്ള ട്രാൻസിസ്റ്റേഴ്സ്, അതായത് നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് തന്നെയാണ് ഡിഫറെൻറ്റ് ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അടുത്തടുത്തുള്ള ട്രാൻസിസ്റ്ററിൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ സബ്സ്ട്രേറ്റ് എന്തെങ്കിലും ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യും, രണ്ട് ട്രാൻസിസ്റ്റേഴ്സിനെ തമ്മിൽ ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡയോഡ്. So these are also fabricated by the same diffusion process as transistors are. The only difference is that only two of the regions are used to form one PN junction. സോ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഡയോഡ് ഉണ്ടാക്കുന്നത്. എന്താണ്, ട്രാൻസിസ്റ്ററിൽ അതായത് PNP എന്നുള്ള ഫോം അല്ലെങ്കിൽ NP എന്നുള്ള ഫോം ആണെങ്കിൽ അവിടെ എന്തുണ്ട്, രണ്ട് PN ജംഗ്ഷൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ പോലെ തന്നെ ഒരു PN ജംഗ്ഷൻ മാത്രം ഫോം ചെയ്താൽ മതി ഡയോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതിലും എന്താണ്, ഡിഫ്യൂഷൻ പ്രോസസ് തന്നെയാണ്. ഏത് ഇമ്പ്യൂരിറ്റിയാണ് നമ്മളുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിന് ഡിഫ്യൂഷനാണ് നടക്കുന്നത്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് only two of the regions are used to form one PN junction. അതായത് PN ഡയോഡാണ് അല്ലേ. PN ഡയോഡാകുമ്പോൾ നമ്മൾ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ P റീജിയൻ ആനോഡും അതുപോലെ N റീജിയൻ കാത്തോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ Pയും Nനും ഡിഫ്യൂഷൻ നമ്മൾ നടത്തണം. ഓക്കെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ കോൺടാക്റ്റ്, ആനോഡിന് A എന്ന് കാണിച്ചിട്ടുണ്ട്, കാത്തോഡിന് K എന്ന് കാണിച്ചിട്ടുണ്ട്. അത്രയും കണക്ഷന് നമ്മൾ എടുക്കണം. അപ്പോൾ ഇൻ ദി ഫിഗർ കളക്ടർ ബേസ് റീജിയൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് ദി ഡയോഡ്. നമ്മൾ പ്രീവിയസ് ഡയഗ്രാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഇതിൽ എൻ ടൈപ്പ് കളക്ടറും പി ടൈപ്പ് ബേസും ആണല്ലേ. അപ്പോൾ അതെന്താണ് ഒരു പി എൻ ജംഗ്ഷനാണ്. അപ്പോൾ അത് തന്നെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഡയോഡിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഡയോഡായിട്ട്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് ചെയ്താൽ മതി. കളക്ടർ ഇംപ്ലാന്റ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ ബേസും ഡിഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ നേരെ ഡയോഡിന് സിമിലറായി. ഓക്കെ. In figure, collector-based junction of the transistor is used as the diode. Anode of the diode is formed during the base diffusion of the transistor, and the collector region of the transistor becomes the cathode of the diode. For high-speed switching, emitter-based junction is used as the diode. So, high-speed switching, ഇപ്പോൾ നമ്മളിപ്പോൾ കളക്ടർ-based റീജിയനാണ് ഡയോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഹൈ-സ്പീഡ് സ്വിച്ചിങ്ങിൻ്റെ കേസിൽ നമ്മൾ എമിറ്റർ-based റീജിയൻ നമുക്ക് ഡയോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡയോഡിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ലെയേഴ്സ് ചെയ്യാൻ വേണ്ടി ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നടത്തുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്